തൃപ്പൂണിത്തുറയിൽ സ്ഫോടനത്തിന് കാരണമായ വെടിമരുന്ന് സൂക്ഷിച്ചത് നിയമവിരുദ്ധമായെന്ന് ഫയർഫോഴ്സ് കണ്ടെത്തൽ. ഫയർഫോഴ്സ് ഡയറക്ടർ ജനറൽ കെ പത്മകുമാർ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. കേസിൽ പിടിയിലായ 4 പ്രതികളെ റിമാൻഡ് ചെയ്തു. ചികിത്സയിലുള്ള 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. അലക്ഷ്യമായി വെടിമരുന്ന് കൈകാര്യം ചെയ്തത് സ്ഫോടനത്തിന് വഴിവെച്ചെന്നാണ് കണ്ടെത്തൽ. എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം കുറ്റക്കാർക്കെതിരെ നടപടി കർശനമാക്കണമെന്നും ഫയർഫോഴ്സ് ശുപാർശ ചെയ്തു. പൊട്ടിത്തെറിയുടെ കാരണം തേടി വിദഗ്ധ സംഘം സംഭവസ്ഥലത്ത് പരിശോധന നടത്തും. മരടും പുറ്റിങ്ങലുമെല്ലാം ഉദാഹരണമായി നിൽക്കുന്നുണ്ട്. അപ്പോഴും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഇതിന് ഉത്തരം പറയേണ്ടത് ആരാണ്? കൃത്യമായ സുരക്ഷാ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നാണ് ഈ അപകടങ്ങൾ, ഏറ്റവും ഒടുവിലത്തെ അപകടം പോലും സൂചിപ്പിക്കുന്നത്. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്ത കേസിൽ 4 പേരെ റിമാൻഡ് ചെയ്തു. പുതിയകാവ് ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറി ഉൾപ്പെടെ 2 പേർ കൂടി പിടിയിലാകാനുണ്ട്. ഇവർ ഉടൻ കീഴടങ്ങുമെന്നാണ് സൂചന. അപകടത്തിൽ 2 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. പരിക്കേറ്റ 25 പേരിൽ 3 പേർ മെഡിക്കൽ കോളേജിലും 4 പേർ താലൂക്ക് ആശുപത്രിയിലും ചികിത്സയിലുണ്ട്. ബാക്കിയുള്ളവർ വീട്ടിലേക്ക് മടങ്ങി. 24 കൊച്ചി.